ബെസ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ എന്താണ്? മലന്ന് കിടക്കുന്നതാണ് ബെസ്റ്റ് എന്ന് പറയും, പക്ഷെ ആർക്കും അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പറ്റില്ല. അതെ, സത്യമാണ്. സോ സൈഡ് സ്ലീപ്പിംഗ് ആണ് ഒരു കോംപ്രമൈസ്. സൈഡ് സ്ലീപ്പിംഗ് ഈസ് ആക്ച്വലി ഗുഡ്, കുഴപ്പമില്ല. again നെക്കിനെ സപ്പോർട്ട് ചെയ്യണം, കഴുത്ത് വീണ് പോകരുത്, കൈവച്ച് കിടക്കേണ്ട വരരുത്, ഒത്തിരി പൊക്കമുള്ള പില്ലോ ആയിരിക്കരുത്. സോ ആൻഡ് നമ്മൾ ബോഡി കൈൻ്റെ മുകളിൽ വെയിറ്റ് വരില്ല, മുന്നോട്ടാണ് വയ്ക്കുന്നത്, നമ്മൾ ഇതിനടിയിൽ വയ്ക്കില്ല. നമ്മൾ ഷോൾഡറിൽ ഇവിടെ ലോഡ് വരുന്നുള്ളൂ, കൈ മുന്നോട്ട് തന്നെ ഇരിക്കുന്നത്, ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പില്ലോ ഉണ്ടായിരിക്കണം. കൈ ഇപ്പോഴും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഒറ്റ പൊസിഷനിൽ കിടക്കില്ല. വി കീപ് മൂവിങ്. ആൻഡ് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് നമുക്ക് ഇട്ടേക്കണം. എപ്പോഴും അമ്മമാർ പറയും, കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ഒരു വശത്ത് മാത്രം വേദന ഉണ്ടാവും അവർക്ക്, ബിക്കോസ് അവർക്ക് ആ വശത്തേക്ക് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞവിടെ കിടക്കുക. അപ്പോൾ എപ്പോഴും കുഞ്ഞിനെ ഒരു ക്രേഡിലിൽ കിടത്താൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ എപ്പോഴും തൊട്ടടുത്ത് കിടത്തി ഉറക്കില്ലാരും. ബേബിക്ക് ഒരു ക്രേഡിലുണ്ട്, ക്രേഡിലാണ് ബേബി. ദാറ്റ് ഈസ് ദ സേഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് തിങ് ഫോർ ദ ബേബി ആൻഡ് ദ മദർ, അമ്മയ്ക്കും കൂടിയാണ്. പിന്നെ എപ്പോഴും കപ്പിൾസിനോട് പറയും, ഒരേ വശത്ത് ബെഡിൻ്റെ കിടക്കരുത് ഒരിക്കലും. എവറി മന്ത് ഓർ എവറി 2 months ചേഞ്ച് ദ സൈഡ്. അപ്പോൾ ഇത് മാറും, പൊസിഷൻ മാറും. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ പാർട്ടൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് കിടക്കും, അത് കുറവാണ്. പാർട്ടൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടന്നായിരിക്കും ഉറങ്ങുന്നത്. അല്ല, ബേസിക്കലി ആ ഒരു ഇൻറ്റിമസിയുടെ മാത്രമല്ല, കംഫർട്ട് കുറയും. അപ്പോൾ യു ഹാവ് ടു ചേഞ്ച് സൈഡ്സ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിനെയും കൂടെ നമ്മൾ സ്ട്രെസ് ചെയ്യും. ഒരേ വശത്തേക്ക് വെച്ച് കിടന്നാൽ ഇറ്റ് ക്യാൻ കോസ് ഇൻഫ്ലമേഷൻസ് ഓൺ ദാറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഒരു വശത്ത് മാത്രമാണ് വേദനകളുണ്ടെങ്കിൽ അതൊരു മെയിൻ റീസൺ ആയിരിക്കാം. വെൻ യു കണ്ടിന്യൂസ്ലി ലൈ ഓൺ വൺ സൈഡ്, ഓർ പിന്നെ റൈറ്റ് ഹാൻഡേഴ്സിന് എപ്പോഴും റൈറ്റ് കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇഞ്ചുറീസ് എപ്പോഴും ഉണ്ടാവുക. ലെഫ്റ്റ് എപ്പോഴും വീക്ക് സൈഡാണ്, അതുകൊണ്ട് ജോലികൾ അധികം ചെയ്യുന്നില്ല. ഇഞ്ചുറീസ് വരുന്ന എപ്പോഴും നമ്മൾ വീണാൽ 2 കൈ കുത്തി വീണാൽ ഒടിയുന്ന എപ്പോഴും അടുത്ത കൈ ആയിരിക്കും. ബിക്കോസ് ദിസ് അൺട്രെയിൻഡ് ഹാൻഡ്, ഇത് ട്രെയിൻഡ് ഹാൻഡാണ്. അപ്പോൾ നമ്മുടെ ഡോമിനൻറ്റ് ഹാൻഡ് കുറേ കൂടെ സ്ട്രോങ്ങർ ആണ്, ഇറ്റ് വിൽ ഹാവ് മോർ റെസിലൻസ് ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ്. പക്ഷേ മറ്റേ കയ്യിലാണ് പരിക്കുകൾ പറ്റുക. ലെഫ്റ്റ് നീക്കാണ് എപ്പോഴും ആർത്രൈറ്റിസ് കൂടുതലുണ്ടാവുക, പരിക്കുകൾ ഇഞ്ചുറീസ് എപ്പോഴും. ലെഫ്റ്റ് സൈഡാണ് ഫ്രാക്ചേഴ്സ് ഏറ്റവും കോമൺ ദാൻ ദ റൈറ്റ് സൈഡ്. അത് ഈ ട്രെയിനിങ്ങിൻ്റെ ആണ്. അഗൈൻ മസിൽസ് നല്ലതാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല, ഇവിടെ മസിൽ കുറച്ചുകൂടി ബെറ്റർ അതുകൊണ്ട്. സോ മസിൽ ട്രെയിനിങ് ഇസ് അഗൈൻ ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിവെന്റിങ് ഇഞ്ചുറീസ്.